എന്റെ ദൈവമേ, ആ മുറിയിലില്ല, ഇപ്പുറത്തെ മുറിയിലില്ല, കവലയിൽ പോയി നോക്കി അവിടെ ഇല്ല. ഇവിടെ നിന്ന് കഞ്ഞി കുടിച്ചോണ്ടിരുന്ന മനുഷ്യനാ. ഹലോ 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 അപ്പച്ചി. അപ്പച്ചി പപ്പനെ കാണുന്നില്ല അപ്പച്ചി. അതായിരുന്ന ഞാനോർത്ത് മുട്ടയിടുന്ന കോഴി അങ്ങനെ ചത്തു. ഒരു 250 രൂപയുടെ കോഴിയുടെ വില പോലും ഇല്ലേ അപ്പച്ചി എന്റെ അപ്പന്? ഓ പിന്നെ കാര്യമൊക്കെ കൊള്ളാം. ആ പെരമ്പറപ്പ് എന്റെ പേരിൽ ഇങ്ങനെ എഴുതി തന്നേക്കണുള്ള കാര്യം. ആദ്യം അപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആട്ടെ, എന്നിട്ട് എഴുതി തരുത്. മാമനത് അവിടെ ഉണ്ടോ? അങ്ങനെ എന്തിനാ വിളിക്കണേ? ഒരു ജീവിയാക്കാത്ത മനുഷ്യൻ അവിടെ വന്നിട്ട് എന്ത് കാണിക്കാൻ? അപ്പച്ചി ഞാനല്ലാണ്ട് ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? മാമനൊന്നും പറഞ്ഞു വിടോ അപ്പച്ചി. എനിക്ക് പറഞ്ഞു വിടാ പെരമ്പറപ്പിന്റെ കാര്യം മറക്കാൻ നിൽക്കല്ലേട്ടാ. പറഞ്ഞു വിട തള്ളേ വേറെ ആരും. കരയോഗം പ്രസിഡന്റ് വിളിക്കാം. ഹലോ ഹലോ കരയോഗം പ്രസിഡന്റ്. പ്രസിഡന്റ് ഇത് എവിടെയോ? ഞാൻ ന്യൂയോർക്ക് സിറ്റി നിൽക്കണടാ. അവിടെ എന്നാ പരിപാടി? കാളയ്ക്ക് മൂക്കേറ് വാങ്ങിക്കാൻ വന്നത്. ഉറങ്ങണില്ലേ? അപ്പം നിനക്ക് അറിയാം. അറിഞ്ഞു വെച്ചോണ്ട് ചോദിക്കാണ്. പച്ചപ്പാരാത്രി വിളിച്ച് കിന്നാര പറയാതെ കാര്യം പറടാ. പ്രസിഡന്റ്, എന്റെ അച്ഛനെ കാണുന്നില്ല പ്രസിഡന്റ്. എന്റെ പൊന്നെ അവിടെ പറഞ്ഞ ഞാൻ എടുത്തിട്ടില്ല നിന്റെ അച്ഛന്. എടോ താൻ എടുത്തെന്ന് ഞാൻ പറഞ്ഞോടോ. പിന്നെ എടോ എന്റെ അച്ഛനെ ഇവിടെ ഒരു കഞ്ഞി കുടിച്ചോണ്ടിരിക്കുവായിരുന്നു, എന്നിട്ട് അച്ഛനെ കാണുന്നില്ലെന്ന്. കഞ്ഞി കുടിക്കുമ്പോ ആരെങ്കിലും അച്ഛനെ തിരക്കോ? അച്ചാറല്ലേ തിരക്കൂ. ഈ സാധനം ഇവിടെ വന്നടിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഫോണിൽ കൂടെ മെഴുകി വെച്ചത്. എനിക്ക് തിളക്കാതെ. അതെ പ്രസിഡന്റ് ഒന്ന് വേഗം കേട്ടോ. ആരെ വിളിക്കാനെ എവിടെ കഞ്ഞി വിളമ്പി വെച്ചിട്ട്. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ വിഷമം എന്റെ വിരല് വരെ അഭിനയിക്കും. ഇതിന്റെ പാതി മുഖത്ത് വന്നായിരുന്നെങ്കിൽ എന്നേ രക്ഷപ്പെട്ടെ. അല്ല ഇതെന്നീ കപ്പയായിട്ട് കയറി വന്നേക്കണേ. ഇതെന്നീ കപ്പ ചെവി കേക്കത്തില്ലല്ലോ. ഇതെന്നീ കപ്പയായിട്ട് കയറി വന്നേക്കണേന്ന്. പിന്നെ ഞാൻ കപ്പയും കൊണ്ട് വരാതെ കപ്പ പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുവോ? എന്റെ ദൈവം, അതാണോ പറഞ്ഞത്? ഈ രാത്രി കപ്പയും കൊണ്ട് എന്തിനാ വന്നേന്ന്? എടാ നീ അല്ലടാ എന്റെ പെണ്ണുമ്പിള്ളെ വിളിച്ചു പറഞ്ഞത്. എന്നത്? നിന്റെ കപ്പ കാണാനില്ല, അതുകൊണ്ട് നിനക്ക് വിഷമമാന്ന്. ഈശ്വരാ, കപ്പ കാണാനില്ല നല്ല പറഞ്ഞത്. എന്റെ പപ്പയെ കാണാനില്ല, അതുകൊണ്ട് വിഷമാന്നാ പറഞ്ഞത്. പപ്പയെ കാണാനില്ല? ആ പോത്തന്തിരാ പിന്നെ കപ്പ കാണാനില്ലെന്ന് എന്നോട് പറഞ്ഞത്. എനിക്കറിയത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ വല്ലോന്റെയും പറമ്പിൽ നിന്ന് ഒരു കപ്പയും പിഴുതോണ്ട് വന്നത്. അത് മോട്ടിച്ചതായിരുന്നോ? അല്ലാതെ വാടകയ്ക്ക് ആയിരിക്കുന്ന എന്റെ വീട്ടിൽ പിന്നെ കിഴങ്ങായിരിക്കുന്നത്. ശരിക്കും എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്നു? എവക്കിത് ചെവി കേൾക്കാത്തതിന്റെ കുഴപ്പമില്ലയോ? നമ്മള് പിന്നെ നോർമൽ ആണല്ലോ. ഞാൻ നോർമലാണോന്നോ? നോർമലാണോന്നല്ല പറഞ്ഞത്, നോർമൽ ആണല്ലോ ഒന്ന്. ശരിക്കും എന്താ? എവിടെ പോയടാ ഇവൻ? എവിടെ പോയെന്നറിയാമെങ്കിൽ ഞാൻ പോയി കണ്ടുപിടിച്ചോണ്ട് വരത്തില്ലേ? എന്റെ ബലമായ സംശയം യവനെ കാണാതെ പോയതാണ്. എടാ മക്കളെ, അതെ വന്നേ. നമ്മുടെ ആ കുളിക്കടവ് പൂട്ടിയിട്ടേക്കല്ലായിരുന്നോ? പൂട്ടിയിട്ടേക്കുവാ. അടുത്ത കാലത്തെ കാണോ അത് തുറന്നോ? തുറന്നില്ല. നമ്മുടെ സരിത കൊട്ടകയില്ലേ, അവിടെ രാവിലെ നൂൺ ഷോ വല്ലതും തുടങ്ങിയോ? തുടങ്ങിയില്ല. ഇല്ല. നമ്മുടെ കുന്നുമേൽ ശാന്തയില്ലേ, നാട് വിട്ടുപോയത്, അവള് തിരിച്ചെങ്ങാനും വന്നോ? ഇല്ല. അപ്പം നിന്റെ അച്ഛനെ കാണാതെ പോയതാ, നാട്ടിലെങ്ങും ഇല്ല. അനാവശ്യം പറയല്ലോ കേട്ടോ. നിനക്ക് അനാവശ്യം, അയാൾക്ക് ആവശ്യമാടാ. അല്ല ശരിക്കും എന്താ സംഭവിച്ചേ? ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞാ ഞാനും അച്ഛനും അവിടെ നിന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. നീ അച്ഛനും കൂടെ കഞ്ഞി വെച്ചോണ്ടിരിക്കുകയായിരുന്നു? ആര് പറഞ്ഞു മനസ്സിലാക്കും? ഞാനും എന്റെ അച്ഛനും കൂടി അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് കഷിക്ക് ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. ചമ്മന്തി വേണമെന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് മെല്ലെ ചെന്നു. കേട്ടു. ഇത്രയും പറഞ്ഞു ഉപ്പിച്ച്. ഇത് ഒച്ചയെ പറഞ്ഞുകൊണ്ട് ഇമോഷൻ ഇടാനും പറ്റണില്ല, മീറ്ററും തെറ്റിപ്പോണു. അങ്ങനെ ഞാൻ അടുക്കളയിൽ ചെന്ന് കഞ്ഞി വെച്ച് അവിടുന്ന് തിരിച്ചിറങ്ങി വന്നപ്പോഴേ ചമ്മന്തി എടാ മക്കളെ, ഇത് അവൻ എന്നോട് ഒരിക്കൽ പറഞ്ഞ് നിന്റെ വിഷമം. ഞാൻ അന്നേരം അവനോട് ചേടാ നമുക്ക് അവനൊരു കൊച്ചിനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങള് പോയൊരു പെണ്ണിനെ കണ്ട് ജീവനത്തിന്റെ കാര്യം പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയത്. നീ കരയണ്ട, അവനും ഞാനും കൂടെ പോയി വേറൊരു പെണ്ണെ നിനക്ക് കെട്ടിച്ചു തരും, കരയണ്ട. ചെടിന്ന് പറഞ്ഞ പുളിന്ന് കേട്ടിട്ട് വടിന്ന് പറയണവനാണല്ലോ എന്റെ പൊന്നു കർത്താവ്. ഞാൻ സഹായത്തിന് വിളിച്ചെന്ന് ഓർക്കുള്ള എന്റെ മാമന്റെ ചെവിയിലെ ഒരു സാധനമില്ലായിരുന്നോ? ചെവി ഇയർഫോണോ? അതെന്ത്യേ? അതിന്റെ കാര്യമൊന്നും പറയണ്ടാവേ. കഴിഞ്ഞ ആഴ്ച നീ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ താളം തെറ്റുന്നത്. നീ കൂടെ
കഴിഞ്ഞ ആഴ്ചയില് ആ. ഞാൻ ടൂറ് പോയായിരുന്നു ആ. മലേഷ്യക്ക്. ആഹാ. അവിടെ വെച്ചെങ്ങാണ്ട് കാണാതെ പോയടാവേ. ആണല്ലേ? അവിടെ ചെന്നപ്പോ ഞാൻ ആകെ പെട്ടുപോയി. ആഹാ. ആഹാരം പോലും കഴിക്കാൻ നിവർത്തിയില്ല. മലേഷ്യത്തിൽ അവിടുത്തെ ആഹാരം അറിയാവോ? അവിടുത്തെ ആഹാരം എന്നെ അറിയാം. നമ്മുടെ ഇവിടുത്തെ കണക്കൊന്നും അല്ല. അവിടെ പല്ലി, പാറ്റ, എലി അങ്ങനെയൊക്കെയാണ്. ഞാനൊരു തട്ടുകടയിൽ ചെന്ന് ദോശ ചോദിച്ച അവിടെ കിട്ടണ സാധനം അത്. അപ്പൊ അവിടെ ദോശക്ക് വേറെന്തോ പറയുന്നത് ടപ്പിയോക്കാന്നങ്ങണ്ടാ പറയുന്നേ. നോക്കണായിരുന്നു, അവര് നിർത്തി കത്തിച്ചാൻ. അപ്പൊ അവരെനിക്ക് എന്തോ കൊണ്ട് തന്ന. എന്നതാ? അപ്പൊ ഞാൻ അടുത്തിരുന്ന ഒരാളോട് അയാള് തമിഴൻ, അയാള് പറഞ്ഞ് ഇത് കുഴിമുയലാണെന്ന്. തമ്പുരാനെ പെരിച്ചാഴി. ഞാനത് മുയലാണെങ്കിലും ഞാനത് കഴിച്ച് വിഷമമുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആകെയുള്ള ഒരു പ്രാർത്ഥന എന്തോരെന്നറിയാവോ? ദൈവമേ, അവിടെ ചെന്നിട്ട് പെരിച്ചാഴിയെ കഴിക്കാൻ ഇടവരുത്തരുതേന്നായിരുന്നു. കൺഗ്രാചുലേഷൻസ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. പെരിച്ചാഴിനെ കഴിക്കാനുള്ള ഇടം വരുത്തിയിട്ടില്ല. ദൈവമേ, ഏത് നേരത്താണ് സഹായത്തിന് ഇങ്ങനെ വിളിക്കാൻ തോന്നിയത്? എടാ, നീ എന്തിനാടാ കരയുന്നേ? പിന്നെ അച്ഛൻ കാണാതെ പോയി ഞാനിവിടെ കിടന്ന് മന്മദരസ മന്മദരസ അടി വെച്ചായിരുന്നു കേട്ടോ. നിന്റെ അച്ഛനല്ലേ കാണാതെ പോയത്? അപ്പൊ നീ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണോ വേണ്ടത്? അതാണോ ശരി? എത്ര വെള്ളടി പാടായി പോണെന്റെ കർത്താവേ. വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യമുള്ള കാര്യമായിരുന്നില്ല. എടാ മക്കളെ, നീ കിടന്ന് കരയാതെ. നിനക്കിപ്പോ എന്നാ വേണ്ടത്? അച്ഛനെ കണ്ടുപിടിക്കണം. കുഴിമന്തി വേണോ? ഒന്നുമില്ലേ? പറഞ്ഞിട്ട് അവന് മനസ്സിലാവും. എടാ, നീ വന്നേടാ. എന്റെ നിക്കറിൽ എന്തോ കിടക്കുന്നു. ഇതെന്നെ ഇത് ഇയർഫോൺ ആണോ? പിന്നെ എന്റെ ചെവി വെക്കുന്ന ഇതെന്നാടാ? നിങ്ങൾക്ക് ഇയർഫോൺ, എനിക്കിത് ദൈവ. അപ്പൊ മലേഷ്യ കാണാതെ പോയതല്ല. അല്ല, എന്റെ നിക്കറിലുണ്ടായിരുന്നു. മലേഷ്യ പോയപ്പോ നിക്കർ കൊണ്ടോയില്ലേ? എന്തിനാ അതിന്റെയൊക്കെ ആവശ്യം? എന്തിനു പോയതോടോ? വെച്ചോ. അപ്പൊ മാമ അച്ഛനെ കാണുന്നില്ല. ഇതെന്തിനാടായിരുന്നു ഒച്ച വെക്കുന്നത്? അത് ശരി, ഇപ്പൊ എന്റെ കുഴപ്പമായോ? അച്ഛനെ കാണുന്നില്ലെന്ന് വാട്സപ്പിൽ നമുക്കൊരു ഫോട്ടോ ഇട്ടിട്ട് കാണാനില്ല എന്ന് എഴുതി കൊടുത്താലോ? ലോജിക്കില്ല. അതിനാ കാണാനില്ല എന്നും പറഞ്ഞല്ലേ നമ്മള് കൊടുക്കുന്നേ? അതെ അതെ അതെ. എന്നിട്ട് ഫോട്ടോ അല്ലേ കൊടുക്കുന്നേ? അപ്പൊ കാണാമല്ലോ. ആ ലോജിക്കൽ ഇഷ്യൂ ഞാൻ ചിന്തിച്ചില്ല. അങ്ങേ കാട്ടിലെ മുളല് കെട്ടി ഞാൻ കണ്ടത്തിൽ വേണു. എനിക്ക് തോന്നി കാലേ ചെളി പറ്റിയിരുന്നപ്പോഴേ കണ്ടത്തിൽ വീണെന്ന്. നിവൃത്തിയില്ലാത്തോണ്ടും വേറെ ആളില്ലാത്തോണ്ടും കയറിയതാണ്. പിള്ളേരെ വളർത്താനുള്ളതാണ്. ദയവ് ചെയ്ത് തൊലക്കരുത്. പോയി ഞാൻ കരയോഗം പ്രസിഡന്റ് കണ്ടത്തിൽ വേണു. അത് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്താ വിഷമം? വിഷമം എന്ന് പറഞ്ഞാ ഇവിടെ ഇരുന്ന് പറയാം. ഭാര്യ കളഞ്ഞിട്ട് പോയി. വീടിന്റെ മണ്ടേ കൂടെ ഒരു വലിയ മരം ഒടിഞ്ഞു വന്ന് വീണ്. അപ്പൊ കരയോഗം പ്രസിഡന്റ് അല്ല, പിന്നെ കരയാൻ യോഗമുള്ള പ്രസിഡന്റ് അങ്ങനെ പറയണം. ഒരു തരത്തിലും സമ്മതിക്കത്തില്ല. എനിക്ക് വൈശാലിയെ കാണണം. ഓ, വൈശാലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്ഡേഷൻ കാവിടോ അപ്ഡേഷൻ. അതിൽ നല്ല എത്രയോ സിനിമ പിന്നെ ഇറങ്ങി. വൈശാലി സിനിമയല്ല, വൈശാഖിനെ കാണണമെന്ന്. വൈശാഖിനെയോ? അവനല്ലേ ആ കരഞ്ഞോണ്ട് ചെയ്യുന്നത്. ഇവിടെ വൈശാഖ്, ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ പൊട്ടിക്കരയരുത്. അതെന്തേലും പുല്ല് വരട്ടെ, ആ പരുവന്ന് കൈയെടുക്കണോ? അയ്യോ, അതെല്ലാം പറഞ്ഞ് ഇവിടെയൊക്കെ പരി വരും. പിന്നെ നാഷണൽ ഹൈവേലാണോ പരി വരുന്നത്? രണ്ടുപേരും ടച്ചിൽ ഇറങ്ങിയൊക്കെയാണല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എടാ, നിന്റെ അച്ഛനെ കാണാതെ പോയി വരാൻ ഞാൻ അറിഞ്ഞു. നീ വന്ന് സമാധാനട്ടിങ് വന്നേ. ഇവിടെ ഇരിക്കടാ. പിന്നെ കൊണ്ടിരുത്തുന്നു. എടാ, നിന്റെ അച്ഛനെ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇതേപോലെ കാണാതായിട്ടുണ്ടോ? അമ്മ പറഞ്ഞായിരുന്നു, അച്ഛൻ പറഞ്ഞ എപ്പോ വരും എപ്പോ പോകും എന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. അച്ഛന്റെ പേരെന്തായിരുന്നു? ദാസ്. അല്ലാതെ ഗ്യാസ് ഒന്നും അല്ലല്ലോ. എപ്പോ വരും അറിയാതിരിക്കാൻ. അതല്ല പറഞ്ഞത്. അമ്മേനെ അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അച്ഛൻ കയറി വരും, എപ്പോഴെങ്കിലും പോകും. അങ്ങനെ പോകുകയും വരികയും ചെയ്തപ്പോ ഉണ്ടായവനാണ് അവൻ. ഇത് കറക്റ്റ് കേട്ടോ. പിന്നെ എടാ, അച്ഛൻ പോയതിന്റെ വിഷമം എനിക്കറിയാൻ പറ്റും. അല്ല, അച്ഛൻ പോയ വിഷമം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? അത് വലിയൊരു സത്യമാണ്. ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാള്. പൂവിരിങ്ങുണ്ടായതാണോ? ശാസ്ത്ര സാങ്കേതികയുടെ വിദ്യ പ്രകാരം ഭൂമിയിലേക്ക് ഭൂജാതനായ ഒരു ജന്മമാണ് ഞാൻ. ഈശ്വര, ഏലിയനൊക്കെ വന്ന് സ്കിറ്റ് കളിക്കാൻ തുടങ്ങിയോ? ഒന്ന് പറയട്ടാർക്ക്. പിന്നെ ഞാൻ ഇനി ആ സത്യം വെളിപ്പെടുത്താൻ പോവാ. ഇയാള് പറയടോ അങ്ങോട്ട്. ഞാനൊരു
തെറ്റൂര് ടിസ്റ്റൂര് തെറ്റൂര് ടിസ്റ്റൂര് ടെസ്റ്റോട് ടിസ്റ്റ് ടിസ്റ്റോട് ടിസ്റ്റാണ് ടിസ്റ്റോട് ടിസ്റ്റ് ടിസ്റ്റോട് തെറ്റിരി തെറ്റിരി എന്നിട്ട് തൂവാണ് തുമ്പി. ടിസ്റ്റ് തു. ടെസ്റ്റ് ശിശു ബാക്കിയുള്ള അന്നനാളെ കുടുങ്ങി ആമാശത്തിൽ പോയി ഇത് വായി വെച്ചിട്ട് മിണ്ടായിക്കുന്ന പട്ടി. അയാൾ ഓരോ രീതി ജനിച്ചു വന്നിട്ട് എന്റെ പക്കത്ത് കയറുന്നത്. എന്തായാലും നീ സമാനപ്പെട്, പരിഹാരം ഉണ്ടാക്കാം. ഇവിടെ വന്നിരി. നിനക്ക് അച്ഛനെ കണ്ടുപിടിക്കാൻ അത്രയല്ലേ ഉള്ളൂ. ഞാന് ശരിക്കും നിങ്ങൾ വിചാരിക്കും പോലെ ഒരു കരയോഗം പ്രസിഡന്റ് അല്ല. ഈ കരയോഗം പ്രസിഡന്റ് അല്ല, നീ വിട്ടുപോടാ. ഞാൻ കരയോഗം പ്രസിഡന്റ് ആണ്. പിന്നെ നിങ്ങൾ കരയോഗം പ്രസിഡന്റ് അല്ല. അല്ല, ഞാൻ ശരിക്കും നിങ്ങൾ വിചാരിക്കുന്ന ഒരു കരയോഗം പ്രസിഡന്റ് അല്ല. പോടാ. നിങ്ങൾക്ക് ഭ്രാന്താണ്. അല്ല, ഞാൻ കരയോഗം പ്രസിഡന്റ് ആണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കരയോഗം പിന്നെ നിങ്ങൾ ആരാ? ഞാനേ എന്തെങ്കിലും പറയണ വായി നിൽക്കാതെ മഷി നോട്ടക്കാരനാന്ന് പറയണോ? ഞാനൊരു മഷി നോട്ടം കൂടെ ഉണ്ട് എനിക്ക്. ഒരു മഷിനോട്ടക്കാരനും കൂടിയാണ്. അതെ അതെ അതെ. ഇപ്പോഴല്ലേ പിടികിട്ടിയ? ഇപ്പൊ മനസ്സിലായില്ലേ? ടെൻഷൻ അടിച്ചാ വാക്കുകൾ വിഴുങ്ങും. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കൈമാറി കിട്ടിയ മഷിനോട്ടം എല്ലാവർക്കും ഇങ്ങനെ കൈമാറി കിട്ടുന്നതാണിത്. അപ്പോ മഷി നോക്കാൻ ആദ്യം വേണ്ട എന്തൊക്കെയാണെന്നറിയാവോ? എന്താ? മഷി അല്ലേ? ചെറിയ സൂക്കേടൊന്നുമല്ലല്ലോ ഇയാൾക്ക്. എന്നാ പിന്നെ വെറ്റിലയായിരിക്കും. തിരിച്ചു പോണവിടുന്ന്. പിന്നെ ഏതാ മഷി നോക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഈ കാണാതായ ആളിന്റെ നക്ഷത്രമാണ്. നക്ഷത്രം നിർബന്ധം ആണല്ലേ? പിന്നെ അല്ലാതെ കണ്ണാടി അല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ? അത് പോയി. പിന്നെ അപ്പോ ഈ മഷി നമ്മൾ ഇതിനകത്ത് പുരട്ടിയിട്ട് നക്ഷത്രം പറഞ്ഞ് പുത്രട്ടാതി. അത് വേണ്ട, അത് കിട്ടത്തില്ല എനിക്ക്. നമ്മലെ ചതയോ ഇട്ട് നോക്ക്. കിട്ടിയോ? നിക്ക്. ഇതിങ്ങനെ നമ്മൾ ഈ വെറ്റില ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോ ഈ വെറ്റിലയിൽ ഈ കാണാതായ ആളിനെ കാണാൻ പറ്റും. ആണോ? അപ്പൊ വെറ്റിലപ്പുഴുവാണോ അവന്റെ അച്ഛൻ? തന്ന 1000 തിരിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. ആ സൈഡിൽ ഇരുന്ന് ഒപ്പിക്കണേ. ഒത്തിരി സീനിയറായി പോയി. വട നക്ഷത്രം എന്താ പറഞ്ഞേ? സൂം ചെയ്ത് നോക്കാൻ പറ്റും. സൂം ചെയ്ത് നോക്കാം. ഇത് ഐപാഡല്ലേ? നിക്ക്. എടാ, നിന്റെ അച്ഛനെ നോക്കിയപ്പോ ഒരു ജാഥയാണല്ലോ ഇവിടെ കാണിക്കുന്നത്. ജാഥയോ? അല്ല, ഒരു സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന ഒരു ജാഥ. എടാ, ഒരു പച്ച ഷർട്ട് ഇട്ട ഒരാൾ നിൽക്കുന്നില്ല ഇവിടെ. അതാണോ? അയ്യോ, ഒരു പുകമറ പോലെ കാണാം. അച്ഛനാ? എങ്ങനെയറിയാം? അച്ഛൻ ബീഡി വലിക്കും, അതിന്റെ പുകയാത്. വീടി വലിക്കുന്നതാണ്. അപ്പൊ ഇതാണ് പുള്ളി അവിടെ എവിടെയോ സ്റ്റക്കായി നിൽക്കും. സ്റ്റക്കായി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. അല്ല, ഇനിയിപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ അച്ഛനെ എങ്ങാണ്? അത് നോക്കാൻ നിൽക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ അച്ഛൻ പോകുമോ? കാരണം ഏകദേശം എത്ര രൂപയുടെ കടമുണ്ട്? കട ഉണ്ട് മോനെ. ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. എടോ, തന്റെ 10 പൈസ വേണ്ട. അവിടെ കട ഉണ്ടെന്ന് പറഞ്ഞാ നല്ല ബന്ധുക്കള് 2-3 EMI ഉണ്ടെന്നേ ഉള്ളൂ. ഇയാളെ കൊണ്ട് നടക്കുവോ? എന്നെ കൊണ്ട് നടക്കുന്നത് സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ഇത് ശാസ്ത്രമാണിത്. ശാസ്ത്രം ഓടോടും. സ്റ്റക്കായില്ലേ? ഞാൻ പറയാം. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ പത്രം വായിക്കാറുണ്ട്. എന്നാ പത്രം വായിക്കണം. നോക്ക്, അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു. ഞാൻ പത്രം വായിക്കാത്തുണ്ടോ? അതാണോ പറഞ്ഞത്? അച്ഛൻ മോനെ കൊല്ലുന്നു, മോൻ അച്ഛനെ കൊല്ലുന്നു, അമ്മ മോളെ കൊല്ലുന്നു. എന്നെ ഇമിറ്റേറ്റ് ചെയ്യാന്ന്. അങ്ങനെ നടക്കുന്നില്ലയോ? കഞ്ഞി അധികം ചോദിച്ചപ്പോഴ് ചമ്മന്തി കൂടെ വേണമെന്ന് പറഞ്ഞപ്പോ യവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഉന്തും തള്ളുവായി. തള്ളിയിട്ടപ്പം മെഡല്ല ഓമ്പളയും കാറ്റേ കാണാൻ വന്ന് ഇടിച്ച് കാഞ്ഞു പോയി കാണും. ആയിരിക്കാം ഒരു കയ്യബദ്ധം. അപ്പൊ എന്തോ ഇത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കാണും. ഇതായിരിക്കും സംഭവിച്ചത്. അത് അവനോട് അമ്മക്ക് അങ്ങ് പറയാം. നമുക്കേ എവിടെയാടാ കൊണ്ട് കുഴിച്ചിട്ടേക്കുന്നത്? ബോഡി. എന്ത് ബോഡി? ഡെഡ് ബോഡി എവിടെ കൊണ്ട് കുഴിച്ചിട്ട്? ഡെഡ് ബോഡിയാ? വൈശാഖ, സത്യം പറഞ്ഞു വേണം, നീ എവിടാ കൊണ്ട് ഡെഡ് ബോഡി കുഴിച്ചിട്ട്? അയ്യേ, ചീപ്പാവല്ലേ. പോടോ. ഇയാള് പറഞ്ഞു കേട്ടോ, ഞാൻ ഡെഡ് ബോഡി കൊണ്ട് കുഴിച്ചിട്ടെന്ന്. ഞാനടാ അയാൾക്ക് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയേണ്ടതാ. അയാൾ കയറി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പോയി പറഞ്ഞു കൊടുത്തത്. എടാ മക്കളെ, ഒരു കയ്യപ്പത്തോ ആർക്കും പറ്റും. അതുകൊണ്ട് മക്കൾ ഇത് തുറന്നു പറഞ്ഞാ നമ്മള് 3 പേരെ ഇത് അറിയത്തുള്ളു. ഞാൻ എന്നാ നീ പറയണേ? എടാ, ഒരബദ്ധത്തിലെങ്ങാണം തള്ളുവോ പിടിക്കുകയോ എങ്ങാണം വീണ് ചത്തുപോട്ടിലെ കൊണ്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു പോലെ ഞാൻ എന്റെ അച്ഛനെ കൊന്നു. മനുഷ്യന് അബദ്ധം പറ്റും. മനുഷ്യൻ എന്ത് അബദ്ധം പറ്റുന്നാണോ ഈ പറഞ്ഞത്? മെമ്പർ ഇത് കേൾക്കണം. ഞാൻ ഇവിടെ വന്നപ്പോ എവന്റെ ഈ ആംബിയൻസ് കണ്ടപ്പോ ശരിക്കും പറഞ്ഞ അച്ഛനെ കാണുന്നില്ല എന്നുള്ള ആംബിയൻസ് അല്ലായിരുന്നു. പിന്നെ ഇവിടെ എന്ത് ആംബിയൻസ് ആയിരുന്നോ? ഞാൻ ഇവിടെ വന്നപ്പോ ആംബിയൻസ് ഒന്ന് നീ ആദ്യം പോലെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞ ആദ്യം പോലെ പറഞ്ഞേ. ആ പുള്ളിക്ക് വിവരം പദമുള്ളതാണ്. ചേട്ടൻ കേക്ക്.
ഞാനും അച്ഛനും അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചു. കഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോ അച്ഛനെ പെട്ടെന്ന് ചമ്മന്തി ഇയാളൊന്ന് മിണ്ടാതിരിക്കണോ? അച്ഛനെ പെട്ടെന്ന് ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. അതൊക്കെ അത് അച്ഛന്മാര് ചോദിക്കില്ലേ? ചമ്മന്തി എടുക്കാൻ വേണ്ടി ഞാൻ അകത്ത് പോയി. തിരിച്ചിറങ്ങി വന്നപ്പോ അച്ഛനെ കാണുന്നില്ല, പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനല്ലല്ലോ. തിരിച്ച് നീ ഇറങ്ങി വന്നപ്പോ അച്ഛനെ കാണാത്തോണ്ട് നീ കരയുന്നു. നീ കരയുന്നതിന്റെ വിഷമം എന്നോട് പറഞ്ഞു. നിനക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ വിഷമമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ അങ്ങനെയല്ല. ശരി, ഓക്കെ. ഇവന്റെ അച്ഛൻ ചത്ത് കിടക്ക. ഇവൻ ഡാൻസ് കളിക്കുന്നു. മന്മഥരാധ കളിച്ചോടാ. കളിച്ചോ കളിച്ചില്ലയോ? കളിച്ചു. ഒരു അച്ഛൻ ചത്ത് കിടക്കുമ്പോ ഡാൻസ് കളിക്കൂ ആരെങ്കിലും? പുള്ളി ഇവിടെ കയറി വന്ന് പുള്ളിയുടെ ചെവി കേൾക്കത്തില്ല. പുള്ളി പിച്ചും പയ്യും പറഞ്ഞു. അപ്പൊ ഞാൻ യവനവന്റെ അച്ഛനെ തട്ടി. ശരി, എവിടെ പോടി? പുത്രനാടാ നീ, പുത്രൻ. എന്റെ ദൈവമേ, അച്ഛനെ കാണാതെ പോയപ്പോ ഞാൻ വിളിച്ചു വരുത്തിയത് ഒരു ആധുനിക മണ്ടനെ, ഒരു സീസൺഡ് മണ്ടനെ. അച്ഛൻ വിളിക്കണേ. ഹലോ ഹലോ അച്ഛൻ ഇത് എവിടെയാ? ഞാൻ അങ്ങ് ദൂരെയാ. ദൂരെന്ന് പറഞ്ഞ കോവേല്. ആ എന്നാ പിന്നെ ഞാൻ പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നു. പറഞ്ഞിട്ട് പോയാ മോൻ വിടൂലെന്നറിയാം. അതുകൊണ്ടാണ് ചമ്മന്തി എടുക്കാൻ പോയ ഗ്യാപ്പിൽ അച്ഛൻ ചാടിയത്. അച്ഛാ, ആ ഞാനിപ്പോ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലേല് അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്ന് അറിയാൻ പാടില്ലാണ്ട് ഇരിക്കുവായിരുന്നു. പെട്ടെന്ന് തിരിച്ചു വാ കേട്ടോ, പണി ഞാൻ തരാം. ശരി. ഞങ്ങളെ തിരക്കുണ്ട്, പോയിട്ട് പോവല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ പോകല്ലേ. ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് ആണ്, എനിക്കറിയാം. ഇത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നറിയില്ല. എന്റെ മാമനാന്നൊക്കെ എനിക്കറിയാം. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു മോന്റെ മുഖത്ത് നോക്കി അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അവന് വിഷമം വരണം. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. ചെയ്തോ. എന്റെ ഇയർഫോൺ പോയി. ഇയർഫോൺ അവിടെയുണ്ട്, ഒരു ചെവിക്കല്ല തെറിച്ചു പോയത്, കണ്ടുപിടിച്ചെടുത്തു. പ്രസിഡന്റ്, ഞാൻ റെഡിയായിട്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും റെഡിയായിട്ടിരിക്കുന്നു. അമ്മക്കെന്തോ റെഡിയായിട്ടിരിക്കുന്നു. പച്ച ഷർട്ടിട്ട് ട്യൂഷനിലെ പുഴുവിനെ പോലെ കയറി വന്ന് ആരേലും എന്തേലും പറയുമ്പോ അങ്ങനെ കിടന്ന് മെഴുകാമോ? ഇല്ല. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? ഇനി മേലാൽ മെഴുകരുത്. പോകരുത്. ഇനി ഒരു കാര്യം ചെയ്യും, എല്ലായിടത്തും പോയി ഞാൻ പ്രശ്നം പരിഹരിക്കും. ഈ കരയോഗം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശരിക്കും കരയാൻ യോഗമുള്ള പ്രസിഡന്റ് ഞാനാ.